അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ചു തകർക്കുന്ന ഒരു കനത്ത നിരാശാവാർത്തയാണിപ്പോൾ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ നിന്നും പുറത്തുവരുന്നത്. ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിദേശ മണ്ണിൽ വെച്ച് അത്രയൊന്നും കരുത്തരല്ലാത്ത അയർലൻഡിനോട് നാണം കെട്ട രീതിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതും 34 റൺസിൻ്റെ വലിയൊരു മാർജിനിലാണ് ഇന്ത്യ ഐറിഷ് പടയ്ക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നത്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്നേ വരെ T20 ഫോർമാറ്റിൽ അയർലൻഡിനോട് ഇന്ത്യ തോറ്റിട്ടില്ല എന്ന ആ വലിയ റെക്കോർഡാണിപ്പോൾ ബെൽഫാസ്റ്റിലെ പുൽമൈതാനത്ത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത്. അഭിഷേക് ശർമ്മ എന്ന യുവതാരത്തിൻ്റെ തകർപ്പൻ വെടിക്കെട്ട് പ്രകടനം മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാരെല്ലാം അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതും. 183 റൺസ് എന്ന വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ വെറും 18.5 ഓവറിൽ 148 റൺസിന് എല്ലാവരും ഓൾ ഔട്ട് ആവുകയായിരുന്നു. പരിക്ക് മൂലം തങ്ങളുടെ 5ഓളം മുൻനിര സൂപ്പർ താരങ്ങൾ ഇല്ലാതെ ഇറങ്ങിയ അയർലൻഡിൻ്റെ ഒരു രണ്ടാം നിര ടീമാണ് ഇന്ത്യയുടെ വമ്പന്മാരെ അട്ടിമറിച്ചതെന്നത് ഈ തോൽവിയുടെ ആഘാതം ഇരട്ടിയാക്കുന്നു. മലയാളികളുടെ സ്വന്തം താരം സഞ്ജുവും ഇന്ത്യൻ ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി അരങ്ങേറിയ ശ്രേയസും വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷനും ഒരുപോലെ നിരാശപ്പെടുത്തിയ ഈ കളിയിൽ ഇന്ത്യൻ വംശജനായ ജെയ് മൂട്രയും മാത്യു ഹൊളാർഡും ചേർന്നാണ് ഇന്ത്യയുടെ അന്ത്യം കുറിച്ചത്. ആദ്യ ഓവറിൽ സഞ്ജു നൽകിയ ആ നല്ല തുടക്കത്തിന് പിന്നാലെ എന്താണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ സംഭവിച്ചത്? എവിടെയാണ് പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും സംഘത്തിനും തന്ത്രങ്ങൾ പാളിയത്? ബെൽഫാസ്റ്റിലെ ഈ ഞെട്ടിക്കുന്ന അട്ടിമറി തോൽവിയുടെ ഓരോ നാടകീയ നിമിഷങ്ങളും വലിച്ചു കീറിയുള്ള സ്പോർട്സ് പിച്ചിൻ്റെ വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ത്യയുടെ ആ നാടകീയമായ ബാറ്റിംഗ് ഇന്നിങ്സിലേക്ക് വരാം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് 20 ഓവറിൽ 182 റൺസ് എടുത്തപ്പോൾ തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് ഉറപ്പായിരുന്നു. എങ്കിലും 183 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യക്കായി സഞ്ജുവും അഭിഷേക് ശർമ്മയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ആദ്യ ഓവറിൽ തന്നെ ആക്രമിച്ചു കളിച്ച ഈ സഖ്യം 9 ഫോറുകളടക്കം 16 റൺസ് നേടി ഇന്ത്യക്ക് വളരെ മികച്ചൊരു തുടക്കമാണ് നൽകിയതും. എന്നാൽ ആ സന്തോഷത്തിന് വെറും ഒരു ഓവറിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാം ഓവറിൽ ആദ്യ പന്തിൽ തന്നെ സഞ്ജു ആരാധകരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അയർലൻഡിൻ്റെ അരങ്ങേറ്റക്കാരനായ ജെയ് മൂട്ര ഇന്ത്യക്ക് ആദ്യ പ്രഹരമേൽപ്പിച്ചു. വെറും 5 റൺസ് മാത്രമെടുത്ത സഞ്ജുവിനെ ക്ലീൻ ബോൾട്ടാക്കിക്കൊണ്ടാണ് താരം തൻ്റെ ആദ്യ അന്താരാഷ്ട്ര വിക്കറ്റ് ആഘോഷിച്ചത്. സഞ്ജു വീണതിന് പിന്നാലെ 4ആം ഓവറിൽ രണ്ടാം പന്തിൽ ഇഷാൻ കിഷനും വെറും 1 റൺസുമായി പുറത്തായതോടെ ഇന്ത്യ കടുത്ത പ്രതിസന്ധിയിലായി. എന്നാൽ ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും നമ്മുടെ യുവവിസ്മയം അഭിഷേക് ശർമ്മ തകർപ്പൻ ഫോമിലായിരുന്നു. ഐറിഷ് ബൗളർമാരെ തലങ്ങും വിലങ്ങും തല്ലിച്ചതച്ച അഭിഷേകിൻ്റെ കരുത്തിൽ ഇന്ത്യ 4ആം ഓവറിൽ തന്നെ 57 റൺസിലെത്തി. പവർ പ്ലേ ഓവറുകളിൽ ഇന്ത്യയുടെ പ്രധാന സ്കോറർ അഭിഷേക് തന്നെയായിരുന്നു. വെറും 15 പന്തിൽ 46 റൺസ് അടിച്ച അഭിഷേക് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയത്. എന്നാൽ പവർ പ്ലേയിലെ അവസാന ഓവറിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ വെറും 3 റൺസിന് പുറത്താക്കി മാത്യു ഹൊളാർഡ് ഇന്ത്യയെ വീണ്ടും ഞെട്ടിച്ചു. പവർ പ്ലേയിൽ 3 പ്രധാന വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും 68 റൺസ് അടിച്ച ഇന്ത്യക്കായി തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും ചേർന്ന് കളി മുന്നോട്ട് കൊണ്ടുപോയി. മത്സരത്തിൻ്റെ 8ആം ഓവറിലായിരുന്നു ഇന്ത്യയുടെ കളി തിരിച്ചുപിടിച്ച ആ നിമിഷം പിറന്നത്. വെറും 19 പന്തിൽ നിന്നും അഭിഷേക് ശർമ്മ തൻ്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറി തികച്ചു. എന്നാൽ അർദ്ധ സെഞ്ചുറി തികച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ കാത്തിരുന്ന ആ കനത്ത തിരിച്ചടിയും വന്നു. 20 പന്തിൽ 7 ഫോറും 2 മനോഹരമായ 6ഉം പറത്തി 50 റൺസ് എടുത്ത അഭിഷേകിനെ ലിയാം മക്കാർത്തി പുറത്താക്കുകയായിരുന്നു. അഭിഷേക് പുറത്തായതോടെ ഇന്ത്യയുടെ റൺ റേറ്റ് പതുക്കെ കുറയാൻ തുടങ്ങി. തിലക് വർമ്മ പിടിച്ചു നിൽക്കാൻ പരമാവധി നോക്കിയെങ്കിലും 11ആം ഓവറിൽ മാത്യു ഹംഫ്രീസിൻ്റെ പന്തിൽ വിക്കറ്റിന് മുൻപിൽ കുടുങ്ങി മടങ്ങി. 21 പന്തിൽ 3 ബൗണ്ടറികളടക്കം 19 റൺസാണ് തിലക് എടുത്തത്. അതിനുശേഷമെത്തിയ വാഷിംഗ്ടൺ സുന്ദറിനും ക്രീസിൽ ഒട്ടും ശോഭിക്കാൻ കഴിഞ്ഞില്ല. 12 പന്തിൽ വെറും 9 റൺസ് എടുത്ത സുന്ദർ മടങ്ങുമ്പോൾ ഇന്ത്യ 12 ഓവറിൽ 100 റൺസിലേക്ക് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. മുൻനിര ബാറ്റർമാരെല്ലാം അമ്പെ പരാജയപ്പെട്ടിടത്ത് ഇന്ത്യയുടെ അവസാന പ്രതീക്ഷയായി മാറിയത് അക്ഷർ പട്ടേൽ ശിവം ദുബെ സഖ്യമായിരുന്നു. ഇരുവരും ചേർന്ന് 4 ഓവറോളം ക്രീസിൽ തുടരുകയും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ 16ആം ഓവറിലെ അവസാന പന്തിൽ കളി പൂർണ്ണമായി ഇന്ത്യയുടെ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടു.
തകർപ്പൻ ഫോമിൽ കളിക്കുകയായിരുന്ന ശിവം ദുബെ ഒരത്ഭുത റിട്ടേൺ ക്യാച്ചിലൂടെ ജയ്മൂട്ര പുറത്താക്കിയതോടെ ഇന്ത്യയുടെ പതനം പൂർണ്ണമായി. ശിവം ദുബെ പുറത്താകുമ്പോൾ അവസാന 4 ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ 48 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. ക്രീസിലുണ്ടായിരുന്ന അക്ഷർ പട്ടേലിലായിരുന്നു ആരാധകരുടെ മുഴുവൻ പ്രതീക്ഷയും. എന്നാൽ 17-ാം ഓവറിലെ അവസാന പന്തിൽ അക്ഷർ പട്ടേലിനെയും ദലാനി മടക്കിയതോടെ ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. പിന്നീട് വന്ന വാലറ്റക്കാർക്ക് ഐറിഷ് ബൗളിംഗ് കോട്ട തകർക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 18.5 ഓവറിൽ 148 റൺസിന് ഇന്ത്യ ഒരൊറ്റ നിമിഷം കൊണ്ട് ഓൾ ഔട്ടായി. അയർലൻഡിനായി പന്തെറിഞ്ഞ ബൗളർമാരുടെ കൃത്യതയാർന്ന ലൈനും ലെങ്ത്തുമാണ് ഇന്ത്യയെ തകർത്തത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. മാത്യു ഹൊളാർഡ് 28 റൺസ് മാത്രം വിട്ടു നൽകി 3 പ്രധാന വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യയുടെ നട്ടലൊടിച്ചു. മാത്യു ഹംഫ്രീസ് 38 റൺസിന് 3 വിക്കറ്റുകൾ നേടി മധ്യനിരയെ തകർത്തു. ജയ്മൂട്ര സഞ്ജുവിൻ്റെയും ദുബെയുടെയും നിർണായകമായ വിക്കറ്റുകളടക്കം 24 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങി. നേരത്തെ ടോസ് നഷ്ടമായി ആദ്യം ക്രീസിലിറങ്ങിയ അയർലൻഡിനും ആഗ്രഹിച്ച തുടക്കമല്ല ലഭിച്ചിരുന്നത്. പവർ പ്ലേയിൽ തന്നെ 3 മുൻനിര വിക്കറ്റുകൾ നഷ്ടമായി അയർലൻഡ് 36 റൺസിന് 3 വിക്കറ്റ് എന്ന കടുത്ത തകർച്ചയിലേക്ക് വീണിരുന്നു. എന്നാൽ അവിടെ നിന്നും ഡെലാനിയും ടെക്ടറും ചേർന്ന് പടുത്തുയർത്തിയ 64 റൺസിൻ്റെ വമ്പൻ കൂട്ടുകെട്ടാണ് അയർലൻഡിനെ ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത്. ടെക്ടർ മടങ്ങിയ ശേഷം ഡെലാനിയും ഡോക്ടറിലും ചേർന്ന് 49 റൺസിൻ്റെ മറ്റൊരു കൂട്ടുകെട്ടുണ്ടാക്കി അയർലൻഡിനെ 17 ഓവറിൽ 164 എന്ന ശക്തമായ നിലയിലെത്തിച്ചു. ഡോക്ടറിലിനെ മടക്കിയ അക്ഷർ പട്ടേൽ ആ കൂട്ടുകെട്ട് പൊളിച്ചതുകൊണ്ട് മാത്രമാണ് അവസാന ഓവറുകളിൽ തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തി അയർലൻഡിനെ 182 റൺസിൽ ഒതുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത്. എന്നാൽ ആ ഒരു ബൗളിംഗ് മികവ് ബാറ്റിങ്ങിൽ നിലനിർത്താൻ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങൾക്ക് കഴിഞ്ഞില്ല. T20 ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ ഇന്ത്യ വഴങ്ങുന്ന ചരിത്രത്തിലെ ആദ്യ തോൽവിയാണ് ഇതെന്നത് തന്നെയാണ് ഈ മത്സരത്തെ ഏറ്റവും വലിയ ചർച്ചാവിഷയമാക്കുന്നതും. അതും പരിക്ക് മൂലം തങ്ങളുടെ പ്രധാന 5ഓളം മുൻനിര കളിക്കാരില്ലാതെ ഇറങ്ങിയാണ് ഐറിഷ് പട ഈ ഒരു അട്ടിമറി വിജയം നേടിയതെന്നതും അവരുടെ വിജയത്തിൻ്റെ തിളക്കം 100 മേനി വർദ്ധിപ്പിക്കുന്നു. ക്യാപ്റ്റനായി അരങ്ങേറിയ ശ്രേയസ് അയ്യർക്കും ഈ പരമ്പരയിലൂടെ വലിയൊരു തിരിച്ചുവരവ് ലക്ഷ്യമിട്ട സഞ്ജുവിനും ഈ ഒരു തോൽവി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കും. മുൻനിര താരങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ ഒരു വലിയ നാണക്കേടിലേക്ക് ഇന്ത്യയെ എത്തിച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. എന്തായാലും ഈ 2 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും നിർണായക പോരാട്ടം വരും ഞായറാഴ്ച ഇതേ മൈതാനത്ത് വെച്ച് നടക്കും. ആദ്യ മത്സരത്തിലെ തെറ്റുകൾ തിരുത്തി ബാറ്റിംഗ് നിരയിൽ വലിയ മാറ്റങ്ങളോടെ ഇറങ്ങി പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ അതോ അയർലൻഡ് ചരിത്ര പരമ്പര സ്വന്തമാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതേ സുഹൃത്തുക്കളെ, അയർലൻഡിനെതിരായ 1-ാം T20 മത്സരത്തിൽ ഇന്ത്യ വഴങ്ങിയ ഈ ഞെട്ടിക്കുന്ന അട്ടിമറി തോൽവിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സഞ്ജുവും ശ്രേയസ് അയ്യരും പരാജയപ്പെട്ടതാണോ ഇന്ത്യയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം? 20 പന്തിൽ 50 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഞായറാഴ്ച നടക്കുന്ന അടുത്ത മത്സരത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചുവരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ആവേശം നിറഞ്ഞ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് ഈ വലിയ ക്രിക്കറ്റ് വാർത്ത എല്ലാവരിലും എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ മാച്ച് വിശകലനങ്ങളും ഏറ്റവും പുതിയ ഇൻസൈഡ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് ബീറ്റ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൺ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.